രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എഐസിസിക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന ബി സജനാണ് പരാതി നൽകിയത്. വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു. കമലേഷ് ചേരുകയാണ്. കമലേഷ്, എന്തൊക്കെയാണ് ഈ സജന ബി സജൻ പരാതിയിൽ പറയുന്നത്? ഷമി, ഈ പരാതി വളരെ പ്രധാനമായും പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ AICC നിയോഗിക്കണമെന്നതാണ് ഈ പരാതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ വനിതകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ആ അന്വേഷണ കമ്മീഷൻ. ഈ കമ്മീഷൻ്റെ ഭാഗമായി ഈ ഇരകളാക്കപ്പെട്ട യുവതികളെ അവരെ നേരിൽ കണ്ട് അവരിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയതിന് ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം എന്നതാണ് ഈ പരാതിക്കകത്ത് പ്രധാനമായും പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പരാതി എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സ്ത്രീ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഒരു ഇരട്ടത്താപ്പാണ് കോൺഗ്രസ് കാണിക്കുന്നത് എന്ന ഒരു വിചാരം ആളുകളിലേക്ക് വന്നിട്ടുണ്ട്. അത് മാറ്റുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു ഇടപെടൽ AICCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് എന്നതാണ് ഈ കത്തിൽ, ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. AICCക്കും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിക്കുമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സജന ബി സജൻ ഈ പരാതി അയച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസിൽ നിന്നുൾപ്പെടെ പാർട്ടിയിൽ നിന്നുൾപ്പെടെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ വനിതാ നേതാവാണ് സജന ബി സജൻ. എന്നു മാത്രമല്ല, വളരെ നേരത്തെ ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിനകത്തെ വനിതാ MLA ഉൾപ്പെടെയുള്ള ആളുകൾ, അതായത് ഉമാ തോമസ് ഉൾപ്പെടെയുള്ള ആളുകൾ, ബിന്ദു കൃഷ്ണ ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, അതുപോലെ തന്നെ MLA സ്ഥാനത്ത് നിന്നും പുറത്താക്കണം എന്ന അടക്കമുള്ള കാര്യങ്ങൾ അവർ തന്നെയാണ്, അതായത് യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ വനിതാ നേതാക്കളാണ് നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ ആ വിഷയങ്ങളിലൊന്നും ഇതുവരെയും ഒരു നടപടി സ്വീകരിക്കാൻ കോൺഗ്രസിന്, KPCCക്ക് സാധിച്ചിട്ടില്ല. സ്വാഭാവികമായും സജന ബി സജൻ നേരത്തെ ആവശ്യപ്പെട്ട കാര്യങ്ങളിലും കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് അതിനും അപ്പുറത്തേക്ക് AICCയിലേക്ക് ഈ പരാതി എത്തുന്നത്. പ്രിയങ്ക ഗാന്ധിക്ക് തന്നെ നേരിട്ട് ഈ പരാതി അയക്കുന്നത്. സ്വാഭാവികമായും ഇനി AICC ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഈ പരാതി നൽകിയ ആളുകൾ, അതുപോലെ തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർ, അതുപോലെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉറ്റുനോക്കുക എന്നുള്ളതാണ് ഏതായാലും പ്രധാനപ്പെട്ട വിഷയം. ഈ വിഷയത്തിൽ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകളോട് നിരന്തരം മാധ്യമപ്രവർത്തകർ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു. പക്ഷേ കൃത്യമായൊരു മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാടിലേക്ക് VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദുര്യോഗം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായ ഏറ്റവും പുതിയ തെളിവുകളും ചില ശബ്ദരേഖകളും ചില ശബ്ദ സംഭാഷണവുമെല്ലാം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൂടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിൽ വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന് ഉണ്ടാക്കിയിട്ടുള്ളത്. ആളുകളോട് മറുപടി പറയാൻ കഴിയാതെ ഉഴലുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും പ്രവർത്തകരെയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനൊപ്പമാണിപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നേരിട്ടൊരു പരാതി AICCക്കും അയച്ചിരിക്കുന്നത്. അതും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിരോധമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഷമി, തീർച്ചയായും ഈ സജനയ്ക്കെതിരെ വ്യാപകമായ രീതിയിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലിൻ്റെയും ഒക്കെ അനുയായികൾ പ്രതികരിക്കുന്നത്. വളരെ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അവരെ സൈബർ ബുള്ളിങ് നടത്തുകയാണ്. കമലേഷ്. ഷമി, തീർച്ചയായും അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ അത്ഭുതപ്പെടാനുള്ള കാര്യം അതിലുണ്ട് എന്ന് തോന്നുന്നില്ല. സജന ബി സജൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള ഒരു പ്രവർത്തകയാണ്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെങ്കിൽ പോലും പ്രായം കൊണ്ട് ഉൾപ്പെടെ അവർ ജൂനിയറാണ്. എന്നാൽ പാർട്ടിയിലെ ഏക MLA ആയിട്ടുള്ള ഉമാ തോമസ് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ നേരത്തെ എങ്ങനെയാണ് ഈ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഒക്കെ അനുയായികളായിട്ടുള്ള ആളുകൾ അവരോട് ഇടപെട്ടത് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതായത് അവർ വലിയൊരു അപകടം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു സ്ത്രീയും ഒരു MLAയും ഒരു കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയാണ് അവർ. പക്ഷേ അവരോട് പോലും ആ കിടന്ന കിടപ്പിൽ മരിച്ചു പോകുന്നതായിരുന്നു നല്ലത് എന്നതുൾപ്പെടെയുള്ള കമൻറ്റുകളാണ് അന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഈ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും അനുകൂലിക്കുന്ന ആളുകൾ അവർക്കെതിരെ പറഞ്ഞിരുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. സ്വാഭാവികമായും ഈ തരത്തിലുള്ള ചില നേതാക്കളുണ്ട്. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. അവർക്കെതിരെ കോൺഗ്രസിനകത്തെ തന്നെ മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ വനിതാ നേതാക്കളും ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായം അവർക്കെതിരെ പറയുകയാണെങ്കിൽ അവരെ സൈബർ ബുള്ളിങ്ങിന് വിധേയരാക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു ശീലമാണ്. ആ ശീലം തന്നെയാണ് ഇപ്പോൾ സജന ബി സജൻ്റെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം
വിഷയമാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഒരു വ്യക്തിക്കെതിരെ ഇത്രയും കടുത്ത നിലയിലുള്ള ആക്ഷേപങ്ങൾ വരുന്നു, തെളിവുകൾ പുറത്തു വരുന്നു. ആ ഘട്ടത്തിലാണ് ഒരു അഗ്നിശുദ്ധി വരുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സജന ബി സജൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കണമെന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ നിലയിൽ വലിയ ഒരു സൈബർ ലിഞ്ചിങ് ഈ നേതാവിനെതിരെ, യുവ നേതാവിനെതിരെ ഉൾപ്പെടെ വനിതാ നേതാവിനെതിരെ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ നടത്തുന്നത് എന്നതുകൂടി കാണേണ്ടതുണ്ട്. ഷമ്മി, കമലേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.